തിരുവനന്തപുരം ചാക്കയിൽ റോഡരികിൽ മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന 2 വയസ്സുകാരി ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ആറ്റിങ്ങൽ ഇടവ സ്വദേശി ഹസൻകുട്ടി കുറ്റക്കാരൻ. തിരുവനന്തപുരം പോക്സോ കോടതിയുടെയാണ് വിധി. കേസിൽ ഒക്ടോബർ 3 ശിക്ഷ വിധിക്കും. 2024 ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഷഫീദ് റാവുത്തൂർ ചെയ്യുന്നു. ഷഫീദ്, പോലീസ് സ്റ്റേഷനിലെ CCTV ക്യാമറകൾ എങ്ങനെയാണോ നീതിയുടെ സാക്ഷ്യങ്ങളായത്, അതുപോലെ തന്നെ ഈ കേസിലും ചില CCTVകൾ, ക്യാമറ ദൃശ്യങ്ങൾ നീതിയുടെ നേർസാക്ഷ്യങ്ങളായി തെളിവ് പറഞ്ഞതാണ് ഹസൻകുട്ടിക്കെതിരെ. ആ കേസ് അത്രത്തോളം ഫുൾ പ്രൂഫായിരുന്നു. ഇത് പ്രതീക്ഷിക്കപ്പെട്ടൊരു വിധിയല്ലേ ഷഫീദ്? ഹഷ്മി, ഒരു സമയത്ത് അതായത് 2024 ഫെബ്രുവരി മാസം കേരളം വലിയ ചർച്ചയായ ഒരു കേസായിരുന്നു ഈ ചാക്ക പോക്സോ കേസ്. അതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ ബ്രഹ്മോസിന് സമീപത്തെ പറമ്പിൽ തമ്പടിച്ചിരുന്ന നാടോടി സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന 2 വയസ്സുകാരിയായ കുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. അതിനുശേഷം പിറ്റേ ദിവസം വൈകുന്നേരമാണ് പോലീസ് ആളൊഴിഞ്ഞ സ്ഥലത്ത് നിന്ന് കുട്ടിയെ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് CCTV നിർണായകമായത്. ബ്രഹ്മോസിന് സമീപത്തെ CCTV ആയിരുന്നു. ആ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരാളിലേക്ക് എത്തുന്നതും അതിനുശേഷം ഈ ഇടവ സ്വദേശിയായിട്ടുള്ള കബീർ എന്ന ഹസൻകുട്ടിയാണ് ഈ കേസിലെ പ്രതി എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്യുന്നത്. അതിനുശേഷം പോലീസ് ഫൈൻ പ്രൂഫായിട്ടാണ് ഈ കേസ് കോടതിക്ക് മുൻപിലേക്ക് കുറ്റപത്രം നൽകുന്നത്. പ്രത്യേകിച്ച് ഈ പ്രതിക്ക് എതിരെയുള്ള നിർണായകമായ ഒരു തെളിവെന്ന് പറയുന്നത് CCTV ദൃശ്യങ്ങളായിരുന്നു. അതിനൊപ്പം 41 സാക്ഷികളെ കോടതിയിൽ അവതരിപ്പിച്ചു. 11 തൊണ്ടിമുതലുകൾ ഹാജരാക്കി. അങ്ങനെയാണ് ഈ കേസ് കോടതിക്ക് മുൻപിലേക്ക് എത്തിയപ്പോൾ ഈ പ്രതി കുറ്റക്കാരനാണെന്ന് ഇന്ന് കോടതി വിധിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് കുറ്റക്കാരനെന്ന് വിധിച്ചിട്ടുള്ളത്. സമാനമായി ഇയാൾ മറ്റൊരു പോക്സോ കേസിൽ പ്രതിയാണ് എന്നടക്കമുള്ള ഇയാളുടെ മുൻകാല ചരിത്രം അതും കോടതിയിൽ വിചാരണാ ഘട്ടത്തിൽ നിർണായകമായി. ഏതായാലും ആ കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഒക്ടോബർ 3 കേസിൽ വിധി പറയും. ഹഷ്മി, ഓക്കെ, അത് ആ ദിവസങ്ങളിൽ ഷഫീദ് പറഞ്ഞ ആ ദിവസങ്ങളിൽ വലിയ ചർച്ചയായ ഒരു വാർത്തയായിരുന്നു. CCTV ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. എന്ന് പറഞ്ഞാൽ CCTV ദൃശ്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു, വളരെ എവിഡന്റ് ആയിരുന്നു. ഇയാൾ ഈ കുട്ടിയെ കൊണ്ടുപോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആ CCTV ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നു. ആ ശാസ്ത്രീയ തെളിവുകൾ, പ്രതിയുടെ മുൻ കേസുകളൊക്കെ കൃത്യമായി തന്നെ കോടതിയിൽ അവതരിപ്പിക്കാനും ഇത്രയും പ്രതി കുറ്റക്കാരൻ എന്ന നിലയ്ക്ക് എത്തിക്കാനും കഴിയുന്നു. ഇനിയും ആ കുറ്റത്തിൽ, ആ പോക്സോ കേസിൽ അർഹിക്കുന്ന പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളതാകും പ്രോസിക്യൂഷൻ ആവശ്യം. 3-ാം തീയതിയാണ് ശിക്ഷ. ഒക്ടോബർ 3 ശിക്ഷാവിധി ഉണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.